അതായത് സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രം മതി കിട്ടും എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതങ്ങനെയല്ല. കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കണം. അത് ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചു. ഒരു വർഷത്തെ ഒരു പരിപാടിയാണല്ലോ അത്. പക്ഷെ അത് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ അത്രയ്ക്ക് കഷ്ടപ്പാട് വേണ്ട എന്ന ഒരു രീതിയിൽ അത് പക്ഷെ അത് ഫേസ് ചെയ്യാനായിട്ട് അത് നേരിടാനായിട്ടുള്ള ചെറിയ 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 ചില കുരുക്കു വിദ്യകളും ചെറിയ ചില ഹാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഹാക്സ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അതുപോലെയുള്ള കുറെ കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിവിൽ സർവീസിൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും. കൂടാതെ അത് മാത്രമല്ല, എൻ്റെ ഈ 8 മോഡ്യൂളും അറ്റൻഡ് ചെയ്ത് കഴിയുന്നവർക്ക് പിന്നീട് വല്ലാതെ ആത്മവിശ്വാസം കൂടാനുള്ള വലിയ ചാൻസ് ഉണ്ട്. കുറെ നല്ല നല്ല കഥകളും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു? ഇവിടെ കൂണുപോലെ സിവിൽ സർവീസസ് ഓറിയന്റേഷൻ ക്ലാസ്സുകളും അക്കാഡമികളും ഓൺലൈൻ ക്ലാസ്സുകളും ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ